നമുക്ക് നമ്മുടെ എൻ്റയർ യൂണിവേഴ്സിൻ്റെ ഹിസ്റ്ററിയായ 13.8 ബില്യൺ ഇയേഴ്സിനെ ഒരു കലണ്ടർ ഇയറിലേക്ക് ചുരുക്കാൻ നോക്കിയാലോ. അതായത് ജനുവരി 1 12 മണി തൊട്ട് ഡിസംബർ 31 12 മണി വരെ. അങ്ങനെ നോക്കുമ്പോൾ ഒരു സെക്കൻഡ് ഏകദേശം 437.5 വർഷം വരും. ജനുവരി 1 12 മണിക്ക് ബിഗ് ബാങ് ഉണ്ടായി. അത് നമുക്ക് നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കാം. ജനുവരി പകുതിയോടുകൂടെ സ്റ്റാർസ് ഫോം ചെയ്ത് തുടങ്ങി. ജനുവരി ലാസ്റ്റോടുകൂടെ ഗാലക്സീസ് ഫോം ചെയ്ത് തുടങ്ങി. ഒരു മാർച്ച് ആയപ്പോൾ മിൽക്കി വേ ഫോം ചെയ്തു. ഓഗസ്റ്റ് 31 സോളാർ സിസ്റ്റം ഫോം ചെയ്തു. ഒരു സെപ്റ്റംബർ 6 ആയപ്പോഴേക്കും എർത്ത് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സെപ്റ്റംബർ 21 ആയപ്പോഴേക്കും എർത്തിൽ ആദ്യത്തെ സിംഗിൾ സെൽ ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത് തുടങ്ങി. ഒരു ഒക്ടോബർ 25 ആയപ്പോഴേക്കും മൾട്ടി സെൽ ഓർഗാനിസംസ് അല്ലെങ്കിൽ കോംപ്ലക്സ് സെൽ ഓർഗാനിസംസ് ഉണ്ടാവാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു നവംബർ 12 ആയപ്പോഴേക്കും സിമ്പിൾ ആനിമൽസ് ഫോം ചെയ്ത് തുടങ്ങി. ഡിസംബർ 14 ആയപ്പോഴേക്കും കാടുകൾ ഉണ്ടാവാൻ തുടങ്ങി. ഡിസംബർ 17 ഡൈനോസേഴ്സ് നമ്മുടെ ലോകം റൂൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഡിസംബർ 26 ആയപ്പോഴേക്കും ഡൈനോസേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയി. ഡിസംബർ 27 മാമ്മൽസ് ഇവോൾവ് ചെയ്ത് തുടങ്ങി. ഡിസംബർ 30 നമ്മുടെ ആൻസസ്റ്റേഴ്സായ ഹോമിനൈഡ്സ് ഉണ്ടാവാൻ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 31 ഉച്ചയ്ക്ക് 12 മണിക്ക് ഹോമോ ഇറക്റ്റസ് ഇവോൾവ് ചെയ്തു. വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴേക്കും നമ്മൾ ഫയർ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 31 10:30 ഹോമോ സാപ്പിയൻസ് ഇവോൾവ് ചെയ്തു. ഡിസംബർ 31 10:30 തൊട്ട് 11 മണി 59 മിനിറ്റ് 37 സെക്കൻഡ് വരെ ഹോമോ സാപ്പിയൻസ് ഇവോൾവ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഐസേജസും കാര്യങ്ങളൊക്കെ നടന്നു. 11 മണി 59 മിനിറ്റ് 37 സെക്കൻഡിന് ശേഷമാണ്, അതായത് ബാക്കിയുള്ള 23 സെക്കൻഡിലാണ് നമുക്കറിയാവുന്ന എല്ലാവിധ ഹിസ്റ്ററി നടന്നിട്ടുള്ളത്. അതായത് യുദ്ധങ്ങളും രോഗങ്ങളും സ്പേസ് എക്സ്പ്ലോറേഷനും മൂൺ ലാൻഡിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇൻ്റർനെറ്റും വെഹിക്കിൾസും എൻജിൻസും ഷിപ്പും വലിയ വലിയ ബിൽഡിങ്ങുകളും അതുപോലെ നമ്മൾ വായിച്ചിട്ടുള്ള എല്ലാവിധ ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റീസും എല്ലാം കോസ്മിക് കലണ്ടറിൻ്റെ ലാസ്റ്റത്തെ 23 സെക്കൻഡ് ദൈർഘ്യം മാത്രമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടായ കാര്യങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. കാൾ സേഗൻ എന്ന് പറഞ്ഞൊരു ആസ്ട്രോണോമർ ഉണ്ടായിരുന്നു. ആളുടെ കോസ്മോസ് എന്നൊരു ടെലിവിഷൻ സീരീസ് ഉണ്ടായിരുന്നു. അതിൽ പറയണ കോസ്മിക് കലണ്ടറാണിത്. കോസ്മിക് കലണ്ടറിൻ്റെ പല വേർഷൻസും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമ്മളൊക്കെ വലിയൊരു സംഭവത്തിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഭാഗത്ത് കിടക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും.